ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 5 മണിയായി കേട്ടോ. ചായയും കടി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പാക്ക് ചായ എടുത്ത് കൊണ്ടുപോകാനുള്ളതൊക്കെ പാത്രത്തിലാക്കി വെച്ചു. ഇനി വണ്ടിൻ്റെ ചില്ല് കഴുകി തോത്തിയെടുക്കണം. ഉപ്പാക്ക് കാൽമുട്ടിന് വേദന ആയതുകൊണ്ടെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തെടുക്കലാണ് കേട്ടോ. ഇപ്പാക്ക് കൊണ്ടുപോകാനുള്ള ചായയും കടിയും പിന്നെ തുലാസും ചാക്കും എല്ലാം വണ്ടിക്കാക്കി റെഡിയാക്കി കൊടുക്കലുണ്ട്. ഇതാണ് എൻ്റെ വീട്. തോടും പാടവും കാടൊക്കെ നിറഞ്ഞ സുന്ദര ഗ്രാമമാണ് എൻ്റെ നാട്. അങ്ങനെ രാവിലത്തെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ളത് തയ്യാറാക്കണം. അങ്ങനെ വെണ്ണൂറൊക്കെ വാരിയെടുത്ത് തീയെത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി അരി കഴുകി ഇട്ട് കൊടുക്കണം. ചോറ് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. കല അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് ചോറൊന്ന് ഊറ്റിയെടുത്തു. പയറും പച്ചക്കായും കൂടി ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചോറും കറിയൊക്കെ തയ്യാറായി. ഇനി കുടിവെള്ളം ഉണ്ടാക്കാൻ കേട്ടോ. വേങ്ങാക്കാതലിട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. അത് കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറയാൻ നല്ലതാണ്. ഇന്ന് വണ്ടൂർ വരെ പോവാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. കുടിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ തിളച്ച് വരുമ്പോൾ ഒരു പെട്രോളിൻ്റെ കളറായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. വൈദ്യശാലയിൽ നിന്ന് 30 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാലത് കിട്ടും കേട്ടോ. അങ്ങനെ വണ്ടൂർ പോയിട്ട് വരാം. ഞാനും അനിയത്തിയും കൂടിയാണ് പോകുന്നത്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ പഴംപൊരിക്കുള്ള മാവ് കൂട്ടിയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പൊരിക്കാനുള്ള പഴം 4 പീസാക്കി അരിഞ്ഞെടുത്തു കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ ഓരോന്നോരോന്നായി പൊരിച്ചെടുത്തു. മാവുക്ക് മുട്ടയും ചോറും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഗോൾഡൻ കളറിൽ നല്ല സൂപ്പർ പഴംപൊരി റെഡിയായി. ഇനി ചായ കുടിക്കാട്ടോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് കട്ടൻ ചായയും എന്തെങ്കിലും ഒരു കടിയും നല്ലൊരു വൈബാണ്. രാത്രി ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവ് വാട്ടി കുഴച്ചെടുത്തു. ചെറിയ ഉരുളകളാക്കി മെഷീനിൽ പ്രസ് ചെയ്ത ശേഷം കല്ലിലിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുത്തു. മത്തിക്കറി തിളച്ച് വരുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചപ്പാത്തിക്കുള്ള ചായയും കൂടി ഫ്ലാസ്ക് പറഞ്ഞ് വെച്ചു കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.